തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. ഓരോയിടത്തും രാവിലെ 6 മണി മുതൽ തന്നെ വലിയ രീതിയിൽ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഓരോ ബൂത്തുകളിലും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സരസ്വതി വിലാസം സ്കൂളിലുള്ള ബൂത്തുകളിലാണ്. അവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 105 നമ്പർ ബൂത്താണ്. 104, 105, 106 അങ്ങനെയുള്ള 3 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടേക്ക് സ്ഥാനാർത്ഥികൾ എത്തുന്നു. ഒപ്പം തന്നെ എടുക്കു സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ഡലത്തിൽ 3 പഞ്ചായത്തുകൾ UDF ഭരിക്കുന്നുണ്ട്. അതിലൊരുന്നാണ് ഈ കൊണ്ടാഴി. അവിടെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു കെ രാധാകൃഷ്ണന്. ചെറിയ നേരിയ ഭൂരിപക്ഷം കൊണ്ടാഴി പഞ്ചായത്തിലും നേടിയെടുക്കാൻ അന്നത്തെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിരുന്നു. ഒപ്പം തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെ രാധാകൃഷ്ണൻ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതൊരു അനുകൂല ഘടകമായി മാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ ആവേശത്തോടെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. അത്തരത്തിൽ യുവ വോട്ടർമാരുണ്ട്. 10,000-ഓളം വോട്ടുകൾ ഇത്തവണ പുതിയതായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ 10,000-ഓളം വോട്ടുകൾ അത് ആർക്കൊപ്പമാണ് എന്നുള്ളത് രാവിലെ BJP ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിൽ 6,500-ഓളം വോട്ടുകൾ ചേർത്തത് തങ്ങളാണ്. അത് അനുകൂലമായി തങ്ങൾക്ക് ഭവിക്കുമെന്നാണ് അവർ പറയുകയും ചെയ്തതെങ്കിൽ അതേ രീതിയിൽ തന്നെ അത് UDF ആണ് ചേർത്തതെന്നുള്ള അവകാശവാദവുമായി അവരും രംഗത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ LDFനെ സംബന്ധിച്ച് LDFന്റെ സ്ഥാനാർത്ഥി അതിനോട് പ്രതികരിച്ചത് ആര് ചേർത്താലും അത് അവർ സംവിധാനം അവകാശം രേഖപ്പെടുത്തുന്നത് ആർക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രദീപ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ കാണുന്ന ക്യൂകൾ രാവിലെ മുതൽ തന്നെ പ്രായഭേദമന്യേ എയിലുകളും ഒക്കെ തന്നെ താണ്ടി, അതായത് നട്ടുച്ചയ്ക്കൊന്നും തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ പോളിംഗ് രേഖപ്പെടുത്താനായി ഇവിടെ മുൻകാലങ്ങളിലൊന്നും എത്തിയിരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഉച്ചയ്ക്കും കനത്ത വെയിലിനെ വകവെച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോഴും പ്രകടമാകുന്നു. ഇനിയുള്ള 1.5 മണിക്കൂറുകളും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരാനുണ്ട്. ഞാൻ ഇരിക്കുന്ന ഈ 3 ബൂത്തുകളിലായി ഏകദേശം 4,500-ലധികം വോട്ടുകൾ ഉണ്ട്. അതിൽ ഏകദേശം 50% കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പഞ്ചായത്തിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ മാത്രം നിലവിൽ കണക്കുകൾ പ്രകാരം 60% പിന്നിട്ടിരിക്കുന്നു പോളിംഗ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണ 75% ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയത് ഈ പഞ്ചായത്തിൽ മാത്രം. അത് ഇത്തവണ അതിലും മുകളിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ ആളുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാഞ്ഞാൾ പഞ്ചായത്തിലാണ്. അവിടെയാണ് UDF ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. അവിടെ ഇത്തവണ ഒരു വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അവിടെയും കനത്ത പോളിംഗ്. ഇന്നത്തെ ഈ ഒരു നിമിഷത്തെ കണക്കുകൾ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ പഞ്ചായത്തിൽ ഒന്ന് പാഞ്ഞാളാണ്. അവിടെ UDF ആണ് ഭരിക്കുന്നത്. അവിടെ അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി മാറും. ഇത്തവണ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ എന്തായാലും ഉള്ളത്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഏറ്റവും രീതിയിൽ രാവിലെ മുതൽ കാണുന്ന ആ നീണ്ട ക്യൂ. ഒരിക്കൽ പോലും തന്നെ ഇവിടെ ആളുകളുടെ ഒരു കുറവുണ്ടായിട്ടില്ല. എപ്പോഴും ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു മന്ദഗതിയിലായിരിക്കും ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും ഒരു പോളിംഗ് പെർസെന്റേജ് ഒക്കെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇത്തവണ ആ സാഹചര്യമല്ല എന്നുള്ളതാണ്. എല്ലാവരും ഉപതെരഞ്ഞെടുപ്പിനെ എന്തായാലും നീണ്ട ക്യൂ ആണ്. വലിയ സന്തോഷം മിഥുൻ. ആ കാഴ്ചകൾ കാണുന്നത് തന്നെ വലിയ സന്തോഷമുള്ളതാണ്. ഉച്ചയ്ക്കും ഒട്ടും കുറവില്ലായിരുന്നു എന്ന് മിഥുൻ പറയുന്നു. ഇപ്പോൾ സമയം അവസാനിക്കാറാകുമ്പോൾ ക്യൂ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. സ്ത്രീകളുടെ വലിയ ക്യൂ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ കൂടി തേടണം മിഥുൻ. ഞാൻ മിഥുനിലേക്ക് തിരിച്ചെത്താം. വയനാട്ടിൽ നിന്ന്